ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇന്നത്തെ നമ്മൾ ഒരു ചാലഞ്ച് ചെയ്യാന്ന് വെച്ചാൽ 103 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച്. അതായത് ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സ്കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. പ്ലസ് ബോർഡ് എക്സാം, പിന്നെ പ്ലസ് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിനാണ് എൻ്റെ പ്ലാൻ. ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നത് ഇംഗ്ലീഷും ഹിന്ദി മാത്സും ആണ്. പിന്നെ അതിൽ എ പ്ലസ് മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. പിന്നെ കീമിൻ്റെ കുറച്ച് ഷെഡ്യൂൾ ഇന്ന് ഞാൻ കുറച്ച് കീമിന് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്. കുറച്ച് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇന്ന് വന്ന് കുറച്ച് ലേറ്റ് ആയി. കാരണം ഞാൻ രാവിലെ എഴുന്നേറ്റ് തന്നെ 5 മണിക്ക് എണ്ണേക്കാവുന്നൊക്കെ വെച്ച് എഴുന്നേറ്റാണ്. പക്ഷേ എന്നിട്ട് വന്നപ്പോൾ 8 മണിയായി. പിന്നെ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോയിട്ട് വന്നു. പിന്നെ കൂട്ടുകാരനെ കണ്ടു, അവനോട്ട് വർത്താനം പറഞ്ഞ് സമയം ഇപ്പോൾ 11 മണിയായി. ഇന്നത്തെ ടൈം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേസ് ഇപ്പം ഞാൻ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ലെക്ചർ കാണാൻ പോവാണ്. ലെക്ചർ കംപ്ലീറ്റ് ആക്കിയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അതാണ് ഫസ്റ്റ് ടാസ്ക്. നോട്ട്സും കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ ക്ലാസ് കഴിഞ്ഞ് കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഏകദേശം ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, ഫസ്റ്റ് ലെക്ചർ കണ്ടു. അതിനകത്തെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം DPP എന്ന് പറഞ്ഞ സെഷൻ കാണും. DPP എന്ന് പറഞ്ഞ സംഭവം ചെയ്യണം. ഇതിപ്പോൾ DPP എന്ന് പറയുന്നത് എനിക്ക് ഒന്നും മനസ്സിലാകുന്നു. DPP ഓക്കെ, DPP 1 DPP 2. അപ്പോൾ DPP 1 ചെയ്യാം. ഇപ്പം ഞാൻ ഇതിനകത്ത് ലെക്ചറിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്, ചിലത് എനിക്ക് മനസ്സിലാകാത്തത് അതുകൊണ്ട് ഞാൻ ഇനി വേറെ നോട്ട് ബുക്ക് എടുക്കണമെന്ന് എനിക്ക് സംശയം. DPP തന്നെത്താനെ ചെയ്യണം. കേസ് ഇതാണ് DPP 1 ഉണ്ട്. DPP 1 ക്വസ്റ്റ്യൻസ് ഞാനിപ്പോൾ ഏകദേശം DPP ചെയ്തിട്ടുണ്ട്. എക്സാമിൻ്റെ എക്സൽ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ DPP കണ്ടിട്ടുണ്ട്. DPP 1 ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാത്സിൻ്റെ ക്ലാസ് കേൾക്കണം. മാത്സ് ഗൈസ് എനിക്ക് അത്യാവശ്യം അറിയത്തൊന്നുമില്ല അങ്ങനെ. ഇനി ഹോമിൽ പോയിട്ട് വേറെ മാത്സ് എടുത്തിട്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യറ്റി കണ്ടു തീർക്കാമെന്ന് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ DPP ഇതിനകത്ത് DPP എത്രത്തോളം ഉണ്ടെന്ന് നോക്കട്ടെ. 7 എണ്ണമൊക്കെ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേൾക്കാം. ഇനിയിപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എൻട്രൻസ് ഓറിയൻ്റ് ആയിട്ടുള്ള ക്ലാസ് ഈ സാറിൻ്റെ ക്ലാസ്സാണ്.
I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight the fear when I feel like dying. I'm trying to fly high, but I'm not a pilot, can't deny it. There's some days I feel idiotic, just a product of a system where you're lucky just to make a dollar. That ain't gonna stop me cause my grind's contagious. I'll do what it takes to turn passion to paychecks. And if I go down, I'ma do it on my terms. And every single problem brings a lesson that I learned. The darkest nights, when things seem so broken, it's hard to shine, but I still try. I'll be the last one left when the lights go out. I'm down to one last breath, but I can't stop now. We all fall down sometimes, yeah, but that's just life. So cross my heart and hope to die. Baby, I was born to fight. That's right. Baby, I was born